ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ആംപ്ലിഫയർ ആണ്. ഇതൊരു ക്ലാസ് ഡി സബ് വൂഫർ ആംപ്ലിഫയർ ആണ്. കാറിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സബ് വൂഫർ ആംപ്ലിഫയർ ഞാൻ തന്നെ ബിൽഡ് ചെയ്തതാണ്, അസംബിൾ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതിൽ എന്തൊക്കെ ബോർഡുകളാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൻ്റെ സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്ത് ഇതിൻ്റെ ബോർഡ് ഞാൻ കാണിച്ചേക്കാം. പുറത്തുനിന്ന് കാണാനിപ്പോൾ വലിയ ഇതൊന്നുമില്ല. ഇതിപ്പോൾ ഓൾറെഡി കാറിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ അവിടെ നിന്ന് അഴിച്ചെടുത്താണ്. അതുകൊണ്ടാണ് കണക്റ്റേഴ്സും ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ കണക്ടറൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി അഴിച്ചെടുത്താണ്. അതുകൊണ്ടാണ് വയറുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഇൻപുട്ട് വരുന്ന വയറുകളാണിത് 3 ഒരു ബ്ലാക്ക്, പിന്നെ ആക്ച്വലി ഒരു ബ്ലാക്ക് 2 ബ്ലാക്കായിട്ട് തോന്നുന്നുണ്ട്. ഒരു ബ്ലാക്ക് ശരിക്കും ഒരു ഫ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സെറാമിക് ഫ്യൂസ് ഹോൾഡറാണ്. ഒരു സെക്കൻഡ് ഒന്ന് ഊരി നോക്കട്ടെ. ഓക്കെ, 10 ആംപിയറിൻ്റെ ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ ഓട്ടോമൊബൈലിലെല്ലാം യൂസ് ചെയ്യുന്ന സെയിം ഫ്യൂസ് തന്നെ. അപ്പോൾ ഫ്യൂസിൻ്റെ ഇൻപുട്ട് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ആംപ്ലിഫയറിൻ്റെ റെഡ്, യെല്ലോ, ബ്ലാക്ക്. റെഡ് പോസിറ്റീവ്, ബ്ലാക്ക് നെഗറ്റീവ്. യെല്ലോ വരുന്നത് നമ്മുടെ റിമോട്ട് കണക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ അറിയാം, കാറുകളിലും ബാക്കി വെഹിക്കിൾസിലെല്ലാം ഒരു ഇഗ്നിഷൻ കൺട്രോൾ അല്ല, ഇഗ്നിഷൻ ഓൺ ആകുമ്പോൾ ഒരു സിഗ്നൽ വരുന്ന പോലെ ഒരു 12 വോൾട്ട് ഒരു ഇൻപുട്ട് ഉണ്ടാവും. ആ 12 വോൾട്ട് ഇൻപുട്ട് കിട്ടിയാൽ മാത്രമേ സാധാരണ ആമ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ കാറിൻ്റെ ഉള്ളിലുള്ള സ്റ്റീരിയോ എല്ലാം ഓൺ ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ റിമോട്ട് കണക്ഷന് വേണ്ടിയാണ് യെല്ലോ വയർ. ഇപ്പോൾ ഈ ബ്ലാക്ക് വന്നിരിക്കുന്നത്, ഇത് ശരിക്കും നോക്കിയാൽ കാണാം ഫ്യൂസിൻ്റെ അവിടെ നിന്ന് വരുന്ന ബ്ലാക്ക് വയറാണ്. അപ്പോൾ ഇതാണ് പോസിറ്റീവ്. ആ പോസിറ്റീവ് തന്നെയാണ് ഫ്യൂസിൻ്റെ മറ്റേ അറ്റത്തേക്ക് ആ റെഡ് വയർ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് നെഗറ്റീവ്, യെല്ലോ റിമോട്ട് കണക്ഷൻ. പിന്നെ ഇവിടെ ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഇത് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചേക്കാം. ഇതൊക്കെ റിമൂവ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഫസ്റ്റ് ഇതാണ് ഒരു ആമ്പിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് കേസാണ്. അപ്പോൾ ഈ കേസൊക്കെ നമുക്ക് നോർമലി ഒരു വിധപ്പെട്ട എല്ലായിടത്തും മേടിക്കാൻ കിട്ടും. പിന്നെ ഇൻപുട്ട് വരുന്നത് ഇതാണ്. ഇത് റെഡ് റൈറ്റ്, വൈറ്റ് ലെഫ്റ്റാണ്. അപ്പോൾ അത് മാറിപ്പോകരുത്. ഇത് ഞാൻ മാർക്ക് ചെയ്യാത്ത എന്താണെന്ന് കാരണം എനിക്ക് വേണ്ടി തന്നെ ഞാൻ ബിൽഡ് ചെയ്ത ആമ്പാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ മാർക്കിങ്സ് ഒന്നും ഇട്ടില്ല, ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം. പിന്നെ ഈ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബോർഡുകളുടെ സ്പെഷ്യലും എല്ലാം പറയാം. സ്പെഷ്യാലിറ്റി കുറേ ക്ലാസ് ഡി ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 100 വാട്ട് സിംഗിൾ ചാനൽ മോണോ ആണ്. 100 വാട്ട് സബ് വൂഫർ ആംപ്ലിഫയർ. അപ്പോൾ 100 വാട്ട് നമുക്ക് RMS ഔട്ട് കിട്ടുന്ന ഒരു ബോർഡാണത്. അതിൻ്റെ ഇൻഡിക്കേറ്റർ, പിന്നെ 2 നോബ്. ഇതിനകത്ത് ഒരെണ്ണം വോളിയം, ഒരെണ്ണം ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി വോളിയം അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ബോർഡൊക്കെ ഞാൻ ജസ്റ്റ് ബോക്സ് ഒന്ന് അയച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡ് വരുന്നത്. ഇതിനകത്ത് ഞാനിപ്പോൾ മെയിനായിട്ട് കാണുന്നത് ഇത് ആംപ്ലിഫയർ. ഇതാണ് നമ്മുടെ ക്ലാസ് ഡി ആംപ്ലിഫയർ. ഈ ബോർഡ് ശരിക്കും IoT എന്ന് പറഞ്ഞ IoT ഓഡിയോസ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് IoT ഓഡിയോസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബോർഡാണിത്. ഇത് നമുക്ക് അവൈലബിൾ, ഞാൻ മേടിച്ചത് ഇങ്ക് ഓഷ്യൻ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അവരെ ഇതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ മേടിക്കുന്ന ഒരു ബോർഡാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വളരെ ചെറിയ ബോർഡാണ്, ഇത്രേ സൈസ് വരുന്നുള്ളൂ. എൻ്റെ ഒരു വിരലിൻ്റെ പകുതി മാത്രമേ സൈസ് വരുന്നുള്ളൂ. പക്ഷേ ഈ ബോർഡിൽ നിന്നും 100 വാട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. 100 വാട്ട് RMS ഈസി ആയിട്ടൊരു
8 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 10 ഇഞ്ച് സബ്ബൊക്കെ വേണമെങ്കിൽ ഓടിക്കാം. ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് 8 ഇഞ്ചാണ്. 8 ഇഞ്ച് 8 ohms വരെ ഓടിക്കാം. നമുക്ക് 8 ohmസിലും നല്ല പെർഫോമൻസിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 10 ഇഞ്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻപുട്ട് പവർ ഒന്ന് കൂട്ടണം എന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ ക്ലാസ് ഡി ബോർഡുകൾ പോലെ തന്നെ 12 വോൾട്ടിൽ 24 വോൾട്ടിലും വർക്ക് ചെയ്യും. 12 വോൾട്ട് വർക്ക് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കുറവായിരിക്കും. 24 വോൾട്ടിനാണെങ്കിൽ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും കാറിലെല്ലാം 12 വോൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് അപ്പ് ബൂസ്റ്റ് കൺവെർട്ടർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇൻപുട്ട് 12 വോൾട്ടിനെ ഒരു 24 വോൾട്ടായിട്ട് ഔട്ട്പുട്ടാക്കി എടുത്ത് നേരെ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കും. ഇവിടെയാണ് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഞാൻ തന്നെ മാർക്ക് ചെയ്തതാണ്. പ്ലസ് മൈനസ് എന്ന് പറയുന്നതിന് വേണ്ടി ബോർഡിൻ്റെ അടിയിലാണ് പ്ലസും മൈനസൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതറിയുന്നതിന് വേണ്ടി ഇവിടെ മാർക്ക് ചെയ്താണ്. ഇവിടെയാണ് സ്പീക്കറിൻ്റെ ഔട്ട് വരുന്നത്, അതും പോസിറ്റീവ് നെഗറ്റീവ്. പിന്നെ ഈ വയർ ഇൻഡിക്കേറ്ററിൻ്റെ വയറാണ്, അതാണ് ഞാൻ ഇൻഡിക്കേറ്ററിൻ്റെ ഇതിനകത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് ഇൻപുട്ട് അറിയാം. ഇവിടെ ഒരു 3 പിൻ കണക്ടർ വരുന്നതാണ് ഇൻപുട്ട് തന്നെ. ഇൻപുട്ടിൽ നമ്മുടെ ഈ ഒരു RCA കണക്ടർ, അതിൻ്റെ ഫീമെയിൽ കണക്ടർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. സ്റ്റീരിയോ നമുക്ക് സാധാരണ എല്ലാ കാർ സ്റ്റീരിയോയിലും ഒരു സബ് വൂഫറിന് വേണ്ടി ഒരു ഔട്ട് ഉണ്ടാവും. ഔട്ട് ഡയറക്റ്റ് നമുക്ക് RCA ഇത് ഇൻപുട്ടായിട്ട് കൊടുത്ത് ആംബ് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു യെല്ലോ വയർ, ഇതാണ് റിമോട്ട് കണക്ഷന് വേണ്ടി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ റിമോട്ട് കണക്ഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ഇഗ്നിഷൻ ഓൺ ആകുമ്പോൾ മാത്രമേ ആംബ് ഓൺ ആവുകയുള്ളൂ. അതിനു വേണ്ടി ഇഗ്നിഷൻ ഓണായി എന്ന് അറിയുന്നതിന് വേണ്ടി കാറിൽ നിന്നും ഇഗ്നിഷൻ ഓൺ ആകുമ്പോൾ സിഗ്നൽ ഒരു 12 വോൾട്ട് ഇൻപുട്ട് വരും. ആ ഇൻപുട്ട് വരുമ്പോൾ മാത്രമേ ആംബ് ഓൺ ആവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഒരു റിലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 12 വോൾട്ട് റിലേ ആണ്. 12 വോൾട്ട് NONC റിലേ ആണ്. NONC റിലേ എന്ന് വെച്ചാൽ നോർമൽ കോണ്ടാക്റ്റ് ഒരു പോയിൻ്റ് ഉണ്ടാവും, നോർമലി ഓപ്പൺ ആയിട്ടുള്ളൊരു പോയിൻ്റും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോർമലി ഓപ്പൺ ആയിട്ടുള്ള പോയിൻ്റാണ് വേണ്ടത്, കാരണം ഒരു സ്വിച്ച് പോലെ തന്നെ വർക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കോയിലിൻ്റെ ഇൻപുട്ടിലേക്കാണ് ഈ ഒരു യെല്ലോ വയർ വന്നിരിക്കുന്ന ഈ ഒരു പോയിൻ്റ്, ഇതാണ് കോയിലിൻ്റെ ഇൻപുട്ട്. ഈ എല്ലാ റിലേയ്ക്കും ഒരു കോയിലുണ്ടാവും, അതുവഴിയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കോയിലിൻ്റെ ഇൻപുട്ടിലേക്ക് ഒരു യെല്ലോ വയർ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു NC കോണ്ടാക്റ്റ് ഉണ്ട്, NO കോണ്ടാക്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നോർമലി കോണ്ടാക്റ്റ് പോയിൻ്റും ഉണ്ട്, നോർമലി ഓപ്പൺ ആയിട്ടുള്ളൊരു പോയിൻ്റും ഉണ്ട്. അപ്പോൾ നോർമലി ഓപ്പൺ ആയിട്ടുള്ള പോയിൻറ്റിലേക്കാണ് ഞാൻ ഇതിൻ്റെ മെയിൻ ഇൻപുട്ട് വരുന്ന ആ പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ റെഡ് വയർ. ഇതാണ് നമ്മുടെ ബാറ്ററിയിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു 12 വോൾട്ട് ഇൻപുട്ട്, ഈ ആംബ് പവർ ചെയ്യാനുള്ള ഇൻപുട്ട്. ഈ ട്രിഗർ പൾസ് വരുന്ന 12 വോൾട്ട് വേറെ, അതല്ലാതെ പവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഈ റെഡ് വയർ ഞാൻ കോയിലിൻ്റെ മെയിൻ പോയിൻറ്റിലേക്ക്, കോമൺ പോയിൻറ്റിലേക്ക് കൊടുത്തു. അതിൻ്റെ ഈ 2 പോയിൻ്റാണ് NO NC. അപ്പോൾ ഇത് NC ഇത് NO ആയിരിക്കും, ഇത് NC ആയിരിക്കും. അപ്പോൾ NO എന്ന് ഔട്ട് എടുത്ത് നേരെ നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ബൂസ്റ്റ് കൺവെർട്ടറിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ കോയിലിന് ഗ്രൗണ്ട് വേണം, അപ്പോൾ ഈ ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് നേരെ ലൂപ്പ് ചെയ്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം സ്റ്റെപ്പ് അപ്പ് ബൂസ്റ്ററിലേക്കും പോകും, ഒരെണ്ണം റിലേക്കും. ഗ്രൗണ്ട് കോമൺ ആണ്. ബാക്കി ഈ പോസിറ്റീവ് റിലേയുടെ കോമൺ അല്ലെങ്കിൽ കോയിലിൻ്റെ ഇൻപുട്ടിലേക്കും കോമൺ ഇൻപുട്ടിലേക്ക് കൊടുക്കും. പിന്നെ കോയിലിൻ്റെ ഇൻപുട്ടിലേക്ക് ട്രിഗർ പൾസ് വരുന്ന ഈ യെല്ലോ വയറാണ് ഇവിടെ വന്നിരിക്കുന്ന യെല്ലോ വയർ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ട്രിഗർ പൾസ് ഇവിടെ 12 വോൾട്ട് വന്ന് നിൽക്കും. പക്ഷേ ബാറ്ററിയിൽ നിന്നുള്ള 12 വോൾട്ട് വന്ന് നിന്നാലും ട്രിഗർ പൾസ് കൊടുത്താലേ റിലേ ആക്ടിവേറ്റ് ആവുള്ളൂ. റിലേ ആക്ടിവേറ്റ് ആയാൽ നോർമലി ഓപ്പൺ ആയിട്ടുള്ള പോയിൻ്റ് ക്ലോസ് ആവുള്ളൂ. എന്ന് വെച്ചാൽ സ്വിച്ച് ഓൺ ആവുന്ന പോലെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യും. അതുവഴി ഈ 12 വോൾട്ട് നേരെ സ്റ്റെപ്പ് ബൂസ്റ്ററിലേക്ക് കണക്റ്റ് ആവും. അങ്ങനെ സ്റ്റെപ്പ് ബൂസ്റ്റർ നമുക്ക് 12 വോൾട്ടാണ് ഇൻപുട്ട് തന്നെ. 12 നമ്മൾ ബൂസ്റ്റ് ചെയ്ത് 24 വോൾട്ടാക്കി ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കും. അതിൻ്റെ വയറാണ് ഈ 2 വയർ. നേരെ ഇതിൻ്റെ ഔട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ശരിക്കും കൺഫ്യൂഷൻ ആവും, പക്ഷേ സിമ്പിൾ കണക്ഷനാണ്. നമുക്ക് ചെയ്തു വരുമ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഇതൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷനായിട്ട് തോന്നും. അതുപോലെ തന്നെ പല ടൈപ്പ് റിലേ നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ റിലേക്ക് 12 വോൾട്ട് NONC റിലേ എന്നാണ് പറയുന്നത്. അത് DP-DT, SP-ST അങ്ങനെ പല മോഡലുകൾ കിട്ടും. ഡുവൽ പോൾ അല്ലെങ്കിൽ സിംഗിൾ പോൾ ആയിട്ടുള്ളതൊക്കെ കിട്ടും. ഞാൻ സിംഗിൾ പോൾ ഡുവൽ ത്രോ ആയിട്ടുള്ള SP-DT ആയിട്ടുള്ള റിലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ റിലേയുടെ പേര് എനിക്ക് തോന്നുന്നു ഷുഗർ ക്യൂബ് ടൈപ്പ് അങ്ങനെ എന്തോ ആണ് പറയുന്നത്. ഷുഗർ ക്യൂബ് ടൈപ്പ് റിലേസ് എന്ന് പറയാം, അല്ലെങ്കിൽ 12 വോൾട്ട് റിലേ. ഏത് റിലേ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം ഒരു 5 ആമ്പിയർ അല്ലെങ്കിൽ ഒരു 10 ആമ്പിയർ കപ്പാസിറ്റി വരുന്ന ഒരു NONC റിലേ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മൾ ഇപ്പോൾ വേറെ നമ്മൾ കമ്പനികളിൽ നിന്ന് മേടിക്കുകയാണ്, ഇപ്പോൾ JBL അല്ലെങ്കിൽ വേറെ സോണി, അവരുടെയൊക്കെ ആംപ്ലിഫയർ, സബ്വൂഫർ ആംപ്ലിഫയർ, കാർ ഓഡിയോസിൽ പെട്ട സബ്വൂഫർ ആംപ്ലിഫയർ മേടിക്കുമ്പോൾ അതിനകത്ത് ട്രിഗർ പൾസ് ചെല്ലുമ്പോൾ അതിനകത്തൊരു SMPS അല്ലെങ്കിൽ ഒരു പവർ കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും. അതിനകത്തായിട്ടാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഇത് ഡയറക്റ്റ് എന്താ പറയുക, ഒരു മാനുവൽ അല്ലെങ്കിൽ നോർമൽ ഒരു മാനുവൽ കൺട്രോൾ എന്ന പോലെ റിലേ വെച്ച് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റിലേ യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല കുറച്ചുകൂടെ സേഫാണ്. മറ്റ് ആമ്പുകൾ 12 വോൾട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആയിരിക്കും. ഈവൻ കാറ് ഓഫ് ചെയ്താലും അതിൽ കണക്റ്റഡ് ആയിരിക്കും. പക്ഷേ ഇത് നമ്മൾ കാർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഗ്നിഷൻ ഓഫായി കഴിഞ്ഞാലും ഡിസ്കണക്റ്റ് ആവും. എന്ന് വെച്ചാൽ പെർമനൻ്റ്ലി ഒരു സ്വിച്ച് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ, സ്വിച്ച് ഓഫ് ആവുന്ന പോലെ തന്നെ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വയറിങ്. സിമ്പിൾ വയറിംഗ് ആണ്. ജസ്റ്റ് ഓഡിയോ ഇൻപുട്ട്, പിന്നെ പവറിൻ്റെ കൺട്രോളിന് വേണ്ടി മാത്രം, ഈ ട്രിഗർ പൾസിന് കൺട്രോളിന് വേണ്ടി മാത്രം ഒരു റിലേ യൂസ് ചെയ്ത് ആ റിലേയിൽ നിന്ന് ഇഗ്നിഷൻ സിഗ്നൽ വരുമ്പോൾ റിലേ ഓൺ ആവും, കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ സ്റ്റെപ്പ് അപ്പിലേക്ക് പവർ ചെല്ലും. സ്റ്റെപ്പ് അപ്പ് ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ ആംപ്ലിഫയറിന് വേണ്ട പവർ കൊടുക്കും. അത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഞാൻ എല്ലാ കണക്ഷനും ചെയ്തിട്ടുണ്ട്. ഒരു പോസിറ്റീവ്, നെഗറ്റീവ് ഇവിടെ നോക്കിയാൽ കാണാം. ഞാൻ ഫ്യൂസിൻ്റെ അവിടെ നിന്ന് ഒരു നെഗറ്റീവ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റുമെന്നറിയില്ല. പോസിറ്റീവ് ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. ആമ്പ് ഞാനൊരു മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ഒരു വോൾട്ടേജും ആംബിയറും മെഷർ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ മീറ്റർ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ട്രിഗർ പൾസിന് വരുന്ന യെല്ലോ വയർ, ഈ യെല്ലോ വയർ ഞാൻ പോസിറ്റീവുമായിട്ട് ടച്ച് ആകുമ്പോൾ മാത്രമേ ആമ്പ് ഓൺ ആവുള്ളൂ. അതാണ് റിലേയുടെ റിലേ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വയർ ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് കണക്റ്റഡ് ആണ്. മീറ്റർ നോക്കി അറിയാം 12 വോൾട്ട് വരുന്നുമുണ്ട്. എന്നാൽ പക്ഷേ നമ്മുടെ ആമ്പ് ഓൺ ആവുന്നില്ല. ആമ്പ് ഓൺ ആവണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ 12 വോൾട്ടിൽ തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പക്ഷേ കാറിൽ വരുമ്പോൾ ഈ യെല്ലോ വയറിലേക്ക് ഒരു ട്രിഗർ പൾസിനുള്ള ഒരു വേറൊരു വയർ വരും, 12 വോൾട്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി സ്റ്റീരിയോ ഇൻപുട്ടിലേക്ക് അങ്ങനെ ഒരു വയർ വന്നുണ്ട്, അതിൽ നിന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇഗ്നിഷൻ ഓൺ ആകുമ്പോൾ മാത്രം ഓൺ ആവുന്ന, അല്ലെങ്കിൽ അതുപോലെ വരുന്ന ഏതെങ്കിലും ഒരു 12 വോൾട്ട് പോയിൻ്റ് എടുത്ത് ഇതിനകത്തായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ 12 വോൾട്ട് കൊടുത്താൽ മാത്രമേ റിലേ ആക്ടിവേറ്റ് ആവുള്ളൂ, അതുപോലെ ആമ്പ് ഓൺ ആവുള്ളൂ. പിന്നെ 12 വോൾട്ട് ട്രിഗർ പൾസും കൊടുത്താൽ ആമ്പ് ഓൺ ആവുകയുള്ളൂ. ഇപ്പോൾ ഞാൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആമ്പ് ഓൺ ആയത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെപ്പ് അപ്പ് ബൂസ്റ്റ് കൺവെർട്ടർ ഓൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആമ്പിൻ്റെ ഇതൊരു ലൂസ് കണക്ഷനാണ്. ഓക്കെ, ബൂസ്റ്റർ ഓൺ ആയിട്ടുണ്ട്, ആമ്പ് ഓൺ ആയിട്ടുണ്ട്. ആമ്പിൻ്റെ ഇൻഡിക്കേറ്റർ ഇതാണ്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ഒരു സ്പീക്കർ കണക്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ മീറ്റർ നോക്കിയാൽ കാണാം, ഏകദേശം 0.07 ആംബിയർ ഇപ്പോൾ എടുക്കുന്നുള്ളൂ 12 വോൾട്ടിൽ. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഓഡിയോ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഒരു ലെഫ്റ്റ് റൈറ്റ് ഞാൻ ഒരു ഫോണിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ
ചിലപ്പോൾ വോക്കൽസ് കേൾക്കാൻ പറ്റില്ല. സബ് ഊഫർ ആംപ്ലിഫയർ മാത്രമായതുകൊണ്ട് സബ് ഊഫറിൻ്റെ മാത്രം പെർഫോമൻസ് മാത്രമേ ഇപ്പോൾ അറിയാൻ പറ്റുള്ളൂ. വോക്കൽസും കൂടെ കയറി വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെ എഫക്റ്റ് ശരിക്കും മനസ്സിലാവും. ഇപ്പോൾ ആംപ് ഞാൻ ഓഫ് ചെയ്തു. പറയാം, സബ് ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ എന്നിട്ടും സൗണ്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഓണാക്കുമ്പോഴും മാക്സിമം വോളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മാക്സിമം വോളത്തിൽ എന്നിട്ടും സൗണ്ടൊന്നുമില്ല. അപ്പോൾ ഈ ബോർഡിൻ്റെ ഒരു ഗുണം അതാണ്, പോപ്പ് സൗണ്ട് കുറവാണ്. നമ്മൾ ഓണാക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ട് കുറവാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി വോളിയം കുറച്ച് വെക്കാം, ഫ്രീക്വൻസിയും കുറച്ച് വെച്ചേക്കാം. ഇത് ഫ്രീക്വൻസി, ഇത് വോളിയം. ഓക്കെ, ഇതാണ് ഫ്രീക്വൻസി, ഇത് വോളിയം. അത് ഞാൻ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. അപ്പോൾ ഞാൻ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. പതുക്കെ വോളിയം, ഇതിന് ഫ്രീക്വൻസി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഈ ഇൻഡിക്കേറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ഫ്ലിക്കറിങ്ങോ ഒന്നും നടക്കുന്നില്ല. കാരണം ഞാൻ ബൂസ്റ്റ് കൺവെർട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. കറക്റ്റ് നമ്മുടെ ഇപ്പോൾ കാറിൽ നിന്നുള്ള 12 വോൾട്ട് ഇൻപുട്ടിന് അധികം ആംബിയർ ഔട്ട്പുട്ട് തരാൻ പറ്റിയില്ലെങ്കിലും ബൂസ്റ്റ് കൺവെർട്ടർ ഉള്ളതുകൊണ്ട് നമ്മുടെ ആംപിന് ആവശ്യമായ ആംബിയർ അത് നൽകുന്നതാണ്. ഇപ്പോൾ ക്ലാസ് ഡി ആയതുകൊണ്ടുള്ള ഗുണം ഇതാണ്. ഞാനിപ്പോൾ കൈ വെച്ചിരിക്കുകയാണ്, എനിക്ക് കൈ തൊടാവുന്ന അത്രയും ചൂടായിട്ടുള്ളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ കൈ തൊടാവുന്ന അത്ര ഒരു വാം അല്ലെങ്കിൽ ഒരു ഇച്ചിരി ചൂടായിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ഫുൾ വോളിയത്തിലും ഫുൾ ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബാക്കി ക്ലാസ് എ ബി ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും ചൂടില്ല, നമുക്ക് കൈ വെക്കാവുന്ന അത്രയും ചൂടായിട്ടുള്ളൂ. വേറെ റിലേ നോക്കുവാണെങ്കിൽ റിലേയും ഹീറ്റൊന്നും ആയിട്ടില്ല, റിലേ ഒക്കെ ഹീറ്റേ ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ബക്ക് കൺവെർട്ടർ അല്ലെങ്കിൽ ബൂസ്റ്റ് കൺവെർട്ടർ ആണെങ്കിലും ചൂടൊന്നുമില്ല. ഓക്കെ, ഞാൻ ഈ ഇൻഡിക്കേറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ഫ്ലിക്കറിങ്ങും വന്നില്ല.
അതുപോലെ തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 8 ഇഞ്ച് സിപ്പിൻ്റെ 8 ഓം 8 ഇഞ്ച് സബ് വൂഫറാണ്. അത് തന്നെ ഞാനിപ്പോൾ മാക്സിമം വെളുത്ത് ഇട്ടിട്ട് തന്നെ എനിക്ക് ഇവിടെ എന്താ പറയുക, ഇവിടെ ഇരിക്കുന്ന ടേബിളിലിരിക്കുന്ന സാധനങ്ങൾ വരെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ റൂമിൻ്റെ ജനൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പവറുള്ളൊരു ബോർഡാണിത്. 100 വാട്ട് എന്ന് പറയുന്നത് 100 വാട്ട് തന്നെ മാക്സിമം നമുക്ക് കിട്ടുന്നുണ്ട്, അതും 24 വോൾട്ടിൽ. അതുപോലെ നിങ്ങൾ ആംപിയർ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഒരു 3 ആംപിയർ 4 ആംപിയർ മാക്സിമം 3 ആംപിയർ 4 ആംപിയർ വരുന്നുള്ളൂ. അതും വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പഴയ SMPS പവർ സപ്ലൈ ആയിട്ടും വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നുണ്ട്, എന്നിട്ടും 4 ആംപിയറൊക്കെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും എന്താ പറയുക, എഫിഷ്യൻ്റായിട്ട് കൂടുതൽ ഔട്ട്പുട്ട് തരുന്ന ഒരു ബോർഡാണ്. അത് ക്ലാസ് ഡി ആയതുകൊണ്ട് മാത്രമല്ല, ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബോർഡിനെ ക്ലാസ് ഡി ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ചിപ്സെറ്റിൻ്റെ കൂടെ ഗുണമാണത്. അധികം ഹീറ്റ് ആവുന്നില്ല, നല്ല ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. ഇത്രയുമാണ് എനിക്ക് ഈ ബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.